കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വർക്ക് ഫംഗ്ഷൻ എന്താണ്, വർക്ക് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്ന യൂണിറ്റ് ഏതാണ്, ഏതൊക്കെ ടൈപ്പ് ഇലക്ട്രോൺ എമിഷൻ ഉണ്ട് എന്നൊക്കെ പഠിച്ചു അല്ലേ. ഞാൻ പറഞ്ഞു അതിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കാൻ പോകുന്നത്. ആരെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനിയിപ്പോൾ പഠിക്കാൻ പോകുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഹെൻറിച്ച് ഹേർട്സ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, 1887 ഈ പരിപാടി ഒബ്സർവ് ചെയ്തത്. അയാൾ എന്ത് ഒബ്സർവ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അയാൾ ഒബ്സർവ് ചെയ്തത് ഒരു ഹൈ വോൾട്ടേജ് ഇലക്ട്രോഡ് വെൻ ഇല്യൂമിനേറ്റഡ് ബൈ UV ലൈറ്റ് ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ഔട്ട് ഓഫ് വൺ ഇലക്ട്രോഡ്. അതായത് ഇപ്പം എന്ത് ചെയ്യാന്നാൽ, നമ്മളിപ്പം ഈ ഫീൽഡ് എമിഷന് വേണ്ടിയിട്ട് നമ്മൾ 2 ഇലക്ട്രോഡൊക്കെ വെച്ചില്ലായിരുന്നോ? ഫീൽഡ് എമിഷന് വേണ്ടിയിട്ട് 2 ഇലക്ട്രോഡൊക്കെ വെച്ചിട്ട് ഒരു പരിപാടി ചെയ്ത ഓർമ്മല്ലേ? ഇങ്ങനെ ഹൈ വോൾട്ടേജ് ഉള്ള ഒരു ഇലക്ട്രോഡ്, ഇപ്പൊ ഇവിടെ ഫീൽഡ് എമിഷൻ നടക്കില്ലായിരിക്കും. ഫീൽഡ് എമിഷൻ വേണമെങ്കിൽ ചെറിയ ഫീൽഡ് കൊടുത്താലും അല്ല വലിയ ഫീൽഡ് കൊടുത്താലല്ലേ നടക്കുള്ളൂ, ആണോ? വലിയ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ മാത്രമല്ലല്ലോ ഫീൽഡ് എമിഷൻ നടക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്തോ ഒബ്സർവ് ചെയ്തെന്ന് പറഞ്ഞാല്, ഒരു UV ലൈറ്റ് എടുത്തു, ഒരു അൾട്രാ വയലറ്റ് ലൈറ്റ് എടുത്തിട്ട് ആ അൾട്രാ വയലറ്റ് ലൈറ്റിനെ നമ്മളുടെ ഇലക്ട്രോഡിലേക്ക് അടുപ്പിച്ച സമയത്ത് ആ ഇലക്ട്രോഡിൽ നിന്ന് ആര് പുറത്തേക്ക് വന്നു? ഇലക്ട്രോൺ പുറത്തേക്ക് വന്നു. അതായത് UV ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഇലക്ട്രോൺ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളത് അയാൾ ഒബ്സർവ് ചെയ്തു. ആര് ഒബ്സർവ് ചെയ്തു? ഹെൻറിച്ച് ഹേർട്സ്. ഏത് സമയത്ത്? 1887 അല്ലേ, ആണോ? അപ്പൊ ഹെൻറിച്ച് ഹേർട്സ് ഇങ്ങനെ ഒരു സാധനം ഒബ്സർവ് ചെയ്തു. ഒരു UV ലൈറ്റ് ഒരു ഇലക്ട്രോഡിന്റെ മേലേക്ക്, ഇതാ ആരെ അടുത്തുന്ന ഒരു സൗണ്ട് വരുന്നത്? നിങ്ങളുടെ ആരെടുത്തുനിന്നാണ് ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നത്? ആ നോക്ക്, UV ലൈറ്റ് ഒരു എന്താണ്, UV ലൈറ്റിനെ നമ്മൾ ഒരു ഇലക്ട്രോഡിന്റെ മേലേക്ക് ഇടിപ്പിക്കുകയാണെങ്കിൽ ആ ഇലക്ട്രോഡിന് ആര് പുറത്തേക്ക് ഇറങ്ങിപ്പോയി? ഇലക്ട്രോൺ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നുള്ളത് ആര് ഒബ്സർവ് ചെയ്തു? ഹെൻറിച്ച് ഹേർട്സ് ഒബ്സർവ് ചെയ്തു. ഈ ഫിനോമിനയാണ് അയാൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പപ്പണിയിൽ പറയാം, അത് ഹെൻറിച്ച് ഹേർട്സ് ഒബ്സർവ് ചെയ്തൊരു പരിപാടിയാണ്. അയാൾ എന്താ ഒബ്സർവ് ചെയ്ത്? അയാൾ ഒരു ഇലക്ട്രോഡിന്റെ മേലേക്ക് ലൈറ്റിനെ അടുപ്പിച്ചപ്പം, ഏത് ലൈറ്റിനെ? UV ലൈറ്റിനെ അടുപ്പിച്ചപ്പം അതിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് വരുന്നതായിട്ട് കണ്ടു. ഇതിനെ അയാൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വിളിച്ചു. കാരണം ഫോട്ടോ വിളിക്കാൻ കാരണം ലൈറ്റിന്റെ ഒരു ഫിനോമിനയാണ്. ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വിളിക്കുന്നത് എന്താണെന്നാൽ ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ കൊടുക്കുന്ന സമയത്താണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പം അതിന് അയാൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വിളിച്ചു. അപ്പോൾ ഒരു പുതിയൊരു ഫിനോമിന സയൻസിൽ ഒരാൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ സയൻസ് എന്താ ചെയ്യുക? പിന്നെ അതിനെപ്പറ്റി സംസാരിക്കാണ്ടിരിക്കുകയാണോ ചെയ്യുക? പുതിയൊരു ഫിനോമിന സയൻസിൽ ഒരാൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സയന്റിസ്റ്റുകൾ മുഴുവൻ അതിൻ്റെ വഴിയെ കഴിക്കും. ആ ഫിനോമിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കുകയാണ് പിന്നെ അവരുടെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിന്നീട് വേറെ 2 സയന്റിസ്റ്റുകൾ, ആരൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത്? എക്സ്പെരിമെന്റൽ സ്റ്റഡി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? പറയും, എക്സ്പെരിമെന്റൽ സ്റ്റഡി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഹെൻറിച്ച് ഹേർട്സ് ഒബ്സർവ് ചെയ്ത്, അയാൾ അത് ഒബ്സർവ് ചെയ്തതിന് ശേഷം അയാൾ വേറെ കുറെ പരിപാടികളൊക്കെ പോയി. പക്ഷേ വേറെ 2 സയന്റിസ്റ്റുകൾ, മില്ലിക്കനും ലെണാർഡും, ഈ 2 സയന്റിസ്റ്റുകൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ആ ഒരു സാധനമാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ പറ്റിയുള്ള ഈ വിശദമായ പഠനം. ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ബ്ലാക്ക് കളറിലുള്ള ഒരാളെ കണ്ടോ? ഇവിടെ ബ്ലാക്ക് കളറിലുള്ള അങ്ങനെ ഒരു സാധനം കണ്ടില്ലേ? അതെന്താ പറഞ്ഞാൽ അതൊരു ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബാണ്. എന്താണ്? ഒരു ഗ്ലാസ് ട്യൂബ്. ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ള എയർ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഗ്ലാസ് ട്യൂബാണ് ഈ ബ്ലാക്ക് കളറിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാണുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനൊരു ട്രാൻസ്പെറൻറ്റ് വിൻഡോ ഉണ്ട്.
ഈ ഭാഗത്ത് ഒരു ട്രാൻസ്പെറൻറ്റ് വിൻഡോ ഉണ്ട്. അപ്പോൾ ചോദിക്കുകയാണല്ലേ ഗ്ലാസ് ആണ് എല്ലാ ഭാഗവും ട്രാൻസ്പെറൻ്റ് അല്ലേ? ഗ്ലാസ്സിൽ ബാക്കി എല്ലാ ഭാഗത്തും ലൈറ്റ് വന്ന് വീഴാൻ പറ്റാത്ത രീതിയിൽ ഒപ്പേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. വേറെ സ്ഥലത്തൂടെ ഒന്നും ലൈറ്റിന് വന്ന് വീഴാനുള്ള സാഹചര്യം ഉണ്ടാക്കിയില്ല. ഈ ഭാഗത്ത് മാത്രം ഒരു ട്രാൻസ്പെറൻറ്റ് വിൻഡോ ഉണ്ട്. ഈ ഒരു വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ വേണേൽ ലൈറ്റിന് കയറി വരാം. ആ ട്രാൻസ്പെറൻറ്റ് വിൻഡോൻ്റെ തറ്റത്ത് നമ്മൾ ആരെ വെച്ചു? ഒരു ലൈറ്റ് സോഴ്സ് വെച്ചു. കാണുന്നില്ലേ? കാണുന്നുണ്ടോ? ആ ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് വന്നിട്ട് ഇങ്ങനെ വന്ന് വീഴുന്നുണ്ട്. ലൈറ്റ് വന്ന് വീഴുന്ന ആരെടുത്തേക്കാണ്? 2 ഇലക്ട്രോഡ് ഉണ്ട്. ഇവിടെ സി എന്ന് പറയുന്ന ഒരു ഇലക്ട്രോഡ് കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഉണ്ട്. അതേമാതിരി എ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോഡ് ഇവിടെ കാണില്ലേ? കാണുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സി എന്ന് പറയുന്ന ഈ ഇലക്ട്രോഡ് മെറ്റാലിക് പ്ലേറ്റിന്റെ മേലേക്കാണ് ലൈറ്റ് വന്ന് വീഴുന്നത്. ഈ മെറ്റാലിക് പ്ലേറ്റ് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെറ്റാലിക് പ്ലേറ്റിനെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു മൈക്രോ അമീറ്റർ ആയിട്ടും ഒരു വോൾട്ട് മീറ്റർ ആയിട്ടും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. മൈക്രോ അമീറ്റർ ആയിട്ടും ഒരു വോൾട്ട് മീറ്റർ ആയിട്ടും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ മൈക്രോ അമീറ്റർ ഈ ഒരു സർക്യൂട്ടിന് സീരീസ് ആയിട്ടാണ്, വോൾട്ട് മീറ്റർ ഈ സർക്യൂട്ടിന് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഒരു വയർ പോകുന്നുണ്ടോ? ഈ വയർ ഇങ്ങനെ പോയിട്ട് ഇവിടെ നിന്ന് ഒരു വോൾട്ട് മീറ്ററിലേക്ക് കണക്ട് ചെയ്തു. വോൾട്ട് മീറ്ററിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം വേറൊരു വയർ ഇങ്ങനെ എടുത്തിട്ട് ഇവിടുന്ന് ഈ ഒരു റാ കാണില്ലേ? റാ, ഇത് ജമ്പാണ്. ജമ്പ് എന്ന് പറയുന്നത് ഇവിടെ ഈ വയർ ഇങ്ങനെ പോകുമ്പോൾ മറ്റേ വയറുമായിട്ട് കണക്ഷൻ ഇല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. കണക്ഷൻ ഇല്ല എന്ന്. അപ്പം ഇതിങ്ങനെ ജമ്പ് ചെയ്ത് കാണിച്ച ഈ കണക്ഷൻ ഇല്ല. അതിനെന്താ ഇങ്ങനെ ഒരു സ്ലൈഡ് കോൺടാക്ട് ഇല്ലേ? റിയോസ്റ്റാറ്റിലൊക്കെ കാണിച്ചില്ലേ? സ്ലൈഡ് കോൺടാക്ട് എന്ന് പറയുന്ന സാധനത്തെ കാണിക്കാറില്ലേ? ഓർമ്മ ഉണ്ടാവും. അതേമാതിരി ഒരു സ്ലൈഡ് കോൺടാക്ട് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ വയർ ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒരു സ്ലൈഡ് കോൺടാക്ട് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വേറൊരു വയർ എടുത്തിട്ട് അതിനുശേഷം വേറൊരു വയർ ഇതാ ഇങ്ങനെ സെക്കൻഡ് വയർ ഇതാ ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ ബാറ്ററി? അതിനുശേഷം അതിൽ നിന്നെടുത്ത് ഒരു കീ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കീയിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടെ ഇതാ ഇങ്ങനെ ഒരു ഹൈ റെസിസ്റ്റൻസുമായിട്ട് ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഈ സെറ്റപ്പിനെ നമ്മൾ വിളിക്കുക പൊട്ടൻഷ്യൽ ഡിവൈഡർ അറേഞ്ച്മെന്റ് എന്നാണ്. ഈ സെറ്റപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? പൊട്ടൻഷ്യൽ ഡിവൈഡർ. ഇവിടെ ഇതാ ഈ പരിപാടി പൊട്ടൻഷ്യൽ ഡിവൈഡർ എന്ന് എഴുതിയില്ലേ? അതെന്താ ഈ പൊട്ടൻഷ്യൽ ഡിവൈഡർ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതിന്റെ പോസിറ്റീവും നെഗറ്റീവ് ആയിട്ടും നമുക്ക് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സാധാരണ ഒരു സാധനത്തിന്റെ വോൾട്ടേജ് പോസിറ്റീവായിട്ട് മാത്രമേ ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു സാധനം എങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ ബാറ്ററിയുടെ വോൾട്ടേജ് പോസിറ്റീവായിട്ടും ഇൻക്രീസ് ചെയ്യാൻ പറ്റും, നെഗറ്റീവായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രം. ഈ സർക്യൂട്ട് ഡയഗ്രം വരച്ച് പഠിക്കൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. സർക്യൂട്ട് ഡയഗ്രം വരച്ച് പഠിക്കൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ ആ സർക്യൂട്ട് ഡയഗ്രത്തിനെ ഞാൻ ഇവിടെ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്യാം കേട്ടോ. നമുക്ക് എന്ത് വേണം? സർക്യൂട്ട് ഡയഗ്രത്തിൽ നമുക്ക് ആരെ വേണം? ഒരു ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബ് വേണം അല്ലേ? ആണോ? വേണ്ടേ? അപ്പം നമ്മൾ ആദ്യം തന്നെ സർക്യൂട്ട് ഡയഗ്രത്തിൽ ഒരു ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബിനെ വരച്ചു. ആ ഗ്ലാസ് ട്യൂബിന് എന്തുണ്ട്? ഒരു ട്രാൻസ്പെറൻറ്റ് വിൻഡോ ഉണ്ടോ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാന്നാൽ അതിൽ 2 ഇലക്ട്രോഡ്സ് വരച്ചു. കുഴപ്പമില്ലല്ലോ. എന്നിട്ട് ഈ ഒരു ഇലക്ട്രോഡിൽ നിന്ന് നമ്മൾ ആരെടുത്തേക്ക് കണക്ട് ചെയ്തു? ഒരു മൈക്രോ അമീറ്ററിലേക്ക് കണക്ട് ചെയ്തു. കണ്ടോ? അടുത്ത സർക്യൂട്ട് ഇങ്ങനെ കണക്ഷൻ എടുത്തിട്ട് ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നാൽ ഒരു വോൾട്ട് മീറ്ററിലേക്ക് കണക്ട് ചെയ്തു. കാണുന്നില്ലേ? ആ വോൾട്ട് മീറ്ററിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പൊട്ടൻഷ്യൽ ഡിവൈഡർ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം, പൊട്ടൻഷ്യൽ ഡിവൈഡർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നാൽ ഇവിടുന്ന് വയർ ഇങ്ങനെ പോട്ടെ, ഒരു വയർ ഇങ്ങനെ, ഇവിടെ ഒരു വയറുണ്ട്. എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് നിങ്ങൾ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു സാധനം വരച്ചിട്ടേക്കാം. എന്ത്? ഇങ്ങനെ ഒരു ഹൈ റെസിസ്റ്റൻസ് ഉള്ള ഒരു വയർ. ആ വയറിനെ നമ്മൾ ആരായിട്ട് കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യണം. ബാറ്ററിയുടെ നെഗറ്റീവാണ് ആദ്യം വരയ്ക്കുന്നത് കേട്ടോ. ഒരു ഹൈ വോൾട്ടേജ് ബാറ്ററി എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒരു കീ ഉണ്ട്, ഇങ്ങനെ കാണിച്ചു. കംപ്ലീറ്റ് ആയിട്ടില്ല. എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതാ ഈ വയർ ഇല്ലേ, ഈ വയർ ഇതാ ഈ കറുപ്പ് കളർ വയറായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഇല്ല എന്നുള്ളതിനെ ഒരു ജമ്പ് വെച്ച് കാണിച്ചു. അങ്ങനെ അടുത്തങ്ങോട്ട് കണക്ട് ചെയ്തു. ഈ വയർ കാണില്ലേ, ഈ വയർ ഇതാ അങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇവിടെയും കണക്ട് ചെയ്തു. ഇതാണ് നമ്മളുടെ സർക്യൂട്ട് ഡയഗ്രാം. അതിനുശേഷം കുറച്ച് ആൾക്കാരോട് വേണം എന്ത്? ഇവിടെ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട് അല്ലേ? ഉണ്ടോ?
ആ ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് വന്നിട്ട് എവിടെ വന്ന് വീഴുന്നുണ്ട്? നമ്മളുടെ ഈ ഒരാളുടെ അടുത്തേക്ക് വന്ന് വീഴുന്നുണ്ട്, ആണോ? ഇയാളുടെ അടുത്തേക്ക് വന്ന് വീഴുന്ന സമയത്ത് ഇതിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് തെറിച്ചുകൊണ്ട് അപ്പൊ ഈ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നത് പഠിച്ചോ? ഇങ്ങനെയാണ് നിങ്ങൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കേണ്ടത്. മനസ്സിലായോ? സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നത് മനസ്സിലായോ? അപ്പൊ എന്തായാലും ഇത് വരച്ച് പ്രാക്ടീസ് ചെയ്യണം, കാരണം ഈ സർക്യൂട്ട് ഡയഗ്രാം എക്സാമിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നാൽ ഈ സർക്യൂട്ട് ഡയഗ്രാം ഒക്കെ വരയ്ക്കുന്ന ഏകദേശം മനസ്സിലായിട്ടുണ്ടെങ്കിൽ then we'll move back to our old experimental study of photoelectric effect. ഇതിന്റെ അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം ആണ്. എക്സ്പെരിമെന്റൽ സ്റ്റഡി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഡയഗ്രാം ആണിത്. അത് എക്സ്പെരിമെന്റൽ സ്റ്റഡി അല്ലേ, എക്സ്പെരിമെന്റ് ചെയ്യണ്ടേ? ആ എക്സ്പെരിമെന്റ് ഇതാ ഈ സാധനം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിലിതാ ഇവിടെ ഫോട്ടോ സെൻസിറ്റീവ് കാഥോഡ് എന്ന് കാണിച്ച കണ്ടോ? ഫോട്ടോ സെൻസിറ്റീവ് കാഥോഡ് എന്ന് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ സി എന്ന് എഴുതി കേട്ടോ. പിന്നെ അത് ലൈറ്റ് സോഴ്സ് ആണ്, എസ് എന്ന് പറയുന്നത് എന്താ? ലൈറ്റ് സോഴ്സ് ആണ് കേട്ടോ. പിന്നെ ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബ്, ഇവിടെ ഒരു ട്രാൻസ്പെറന്റ് വിൻഡോ എന്നൊക്കെ എഴുതിയില്ലേ? പിന്നെ ഈ അറേഞ്ച്മെന്റ് പൊട്ടൻഷ്യൽ ഡിവൈഡർ അറേഞ്ച്മെന്റ് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. നമ്മളിങ്ങനെ ഒരു സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്തു, ആര്? ലെനാൾഡും മില്ലിക്കനും. എന്നിട്ട് അവർ ആദ്യം എന്താ ചെയ്തു പറഞ്ഞാല് അവരാദ്യം തന്നെ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂട്ടിയിട്ട്, ആ ഇന്റൻസിറ്റി കൂട്ടുന്ന സമയത്ത് ഫോട്ടോ കറണ്ട് എന്താ സംഭവിക്കുന്നുള്ളതാണ് അവർ ഒബ്സർവ് ചെയ്തത്. അവരെന്ത് ചെയ്തു? ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂട്ടി. ആരെ കൂട്ടി? ഇന്റൻസിറ്റി കൂട്ടി. എന്നിട്ട് ഇവിടെ വരുന്ന ഈ അമീറ്ററിൽ കാണിക്കുന്ന കറണ്ട് ഇല്ലേ, ഈ അമീറ്ററിൽ കാണിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് ഫോട്ടോ കറണ്ട് ആണ്. കാരണം എന്താ? ഇവിടെ ലൈറ്റ് വന്ന് വീഴുമ്പം ആര് പുറത്തേ ഇറങ്ങും? ഇവിടെ ലൈറ്റ് വന്ന് വീഴുമ്പോൾ ആര് പുറത്തേ ഇറങ്ങിപ്പോ? ഇലക്ട്രോൺ പുറത്തേ ഇറങ്ങിപ്പോ. ആ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഒഴുകൂലേ? ഇലക്ട്രോൺ ഇങ്ങോട്ട് ഒഴുകുന്ന പറഞ്ഞാൽ ഒരു ചാർജിന്റെ ഒഴുക്കുണ്ടാവും. ചാർജിന്റെ ഫ്ലോ എന്തിന് കാരണമാവും? കറണ്ടിന് കാരണമാവും. ചാർജ് ഫ്ലോ ഒരു കറണ്ടിന് കാരണമാവില്ലേ? ആവോ? അപ്പം ഈ ഒരു ചാർജ് ഫ്ലോ ഒരു കറണ്ടിന് കാരണമാവും. ആ കറണ്ട് ആണ് ഈ മൈക്രോമീറ്റർ കാണിക്കുന്നത്. ഈ മൈക്രോമീറ്റർ കാണിക്കുന്ന കറണ്ട് എന്ത് കറണ്ടാ? ഫോട്ടോ കറണ്ട്. ഈ സോഴ്സിന്റെ ഇന്റൻസിറ്റി കൂട്ടിയിട്ട് കറണ്ടിന് എങ്ങനെ മാറ്റം വരുന്നുണ്ട് എന്നുള്ളത് ഒരു എക്സ്പെരിമെന്റലായിട്ട് ചെയ്തപ്പോൾ അവർക്ക് എന്ത് കിട്ടി? they were getting a graph like this. കണ്ടോ? ഈ ഗ്രാഫ് കാണില്ലേ? കാണുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടി. ഈ ഗ്രാഫ് നമുക്ക് എന്താ മനസ്സിലാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഗ്രാഫ് നമുക്ക് മനസ്സിലാവുന്നത് എന്താ? ഇന്റൻസിറ്റി കൂടുമ്പോൾ കറണ്ട് കൂടുകയാണോ കുറയാണോ ചെയ്യുന്നത്? ഈ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? ഈ സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ച് കറണ്ട് കൂടുന്നുണ്ട് അല്ലേ? ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ച് കറണ്ട് കൂടുകയല്ലേ ചെയ്യുന്നത്? ആണോ? യെസ്. അപ്പം ആസ് ദ ഇന്റൻസിറ്റി ഈസ് ഇൻക്രീസ്ഡ് കറണ്ട് ഇസ് ഇൻക്രീസിങ്. ഇന്റൻസിറ്റിയുടെ വില കൂടുന്നതനുസരിച്ച് കറണ്ടിന്റെ വില കൂടുന്നുണ്ട്, ഇന്റൻസിറ്റിയുടെ വില കൂടുന്നതനുസരിച്ച് കറണ്ടിന്റെ വില കൂടുന്നുണ്ട് എന്നുള്ളത് അവർക്ക് എക്സ്പെരിമെന്റലായിട്ട് മനസ്സിലായി. അപ്പോൾ അവരത് ഒരു നോട്ട് ചെയ്ത് വെച്ചു. എന്ത്? ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ച് കറണ്ട് കൂടുന്നുള്ളത് ഒരു നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ. അതിനുശേഷം അവരെന്ത് ചെയ്യുന്നാൽ വേറൊരു ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്തു. ആ ഗ്രാഫിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് ഞാൻ തിരിച്ച് നമ്മളെ പഴയ ഈ ഡയഗ്രത്തിലേക്ക് തന്നെ പോട്ടെ. ഈ ഡയഗ്രം കാണില്ലേ? കാണുന്നുണ്ടോ? അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്തത് പറഞ്ഞാൽ അവർ അതിന്റെ VI ഗ്രാഫ് വരയ്ക്കുകയാണ് ചെയ്തത്. VI ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോൾട്ടേജും കറണ്ടും വെച്ചിട്ടുള്ള ഗ്രാഫ്. അപ്പം എക്സ് ആക്സിസിൽ നമ്മൾ ആരെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് എടുത്തു. വൈ ആക്സിസ് നേരത്തെ ഗ്രാഫ് ഇന്റൻസിറ്റിയും കറണ്ടും വെച്ചിട്ടുള്ള ഗ്രാഫ് ആയിരുന്നു അല്ലേ? ഒരു ആക്സിസിൽ ഇന്റൻസിറ്റി ആയിരുന്നു, മറ്റേ ആക്സിസിൽ കറണ്ട് ആയിരുന്നു. ഇവിടെ ഉള്ള ഗ്രാഫ് എന്ന് പറയുന്നത് വോൾട്ടേജും കറണ്ടും വെച്ചുള്ള ഗ്രാഫ്. അപ്പൊ നമ്മൾ നോക്കാം, വോൾട്ടേജ് ഇവിടെ എക്സ് ആക്സിസിൽ എടുത്ത് കറണ്ട് ഇവിടെ വൈ ആക്സിസിൽ എടുത്തു. കറണ്ടിനെ ഞാൻ കറണ്ട് തന്നെ എഴുതട്ടെ, കാരണം ഇന്റൻസിറ്റി എന്ന് പറയുന്നതും കറണ്ടിനെയും ഐ എന്നൊക്കെ ഡിനോട്ട് ചെയ്യുന്നതിനോട് ഇവിടെ നമ്മൾ സാധാരണ കറണ്ടിനെ കറണ്ട് തന്നെ ഞാൻ എഴുതി കേട്ടോ, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നിട്ട് ഇവിടെ കിട്ടിയ ഗ്രാഫ് എങ്ങനെയായിരുന്നു പറഞ്ഞാൽ, ഈ വോൾട്ടേജിന്റെ ആക്സിസിൽ ഇവിടെയാണ് 0 വോൾട്ട്. അപ്പൊ ഇവിടെയൊക്കെ നെഗറ്റീവ് വോൾട്ടേജ് ആണല്ലേ, ഇവിടേക്ക് എന്താ? പോസിറ്റീവ് വോൾട്ടേജ് ആണോ? അപ്പൊ വോൾട്ടേജിനെ ഒരു നെഗറ്റീവ് വാല്യൂവിൽ നിന്ന് വോൾട്ടേജിനെ കുറച്ച് 0 എത്തിച്ചു. പിന്നെ അതിനെ പോസിറ്റീവായിട്ട് കൂട്ടി മാക്സിമം ആയി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടിന്റെ വേരിയേഷൻ അവർ ഒബ്സർവ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയ ഗ്രാഫ്, നമുക്കല്ല അവർക്ക് എക്സ്പെരിമെന്റിൽ കിട്ടിയ ഗ്രാഫ് എങ്ങനെയായിരുന്നു പറഞ്ഞാൽ, ആദ്യം ഗ്രാഫ് ഇങ്ങനെയൊക്കെ പോയി, പിന്നെ ഗ്രാഫ് ഇങ്ങനെയൊക്കെ പോയി, പിന്നെ ഗ്രാഫ് ഇങ്ങനെയൊക്കെ പോയിട്ട് പിന്നെ ഇങ്ങനെ വന്നു. they were getting a graph like this. ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടി. ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവണം എന്ന് പറഞ്ഞാൽ,
ഇവിടുന്ന് അങ്ങോട്ട് ഈ ഗ്രാഫ് എന്താ ചെയ്യുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ലേ പോകുന്നത്? ആണോ? ആണോ? അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാവേണ്ടത് എന്താ പറഞ്ഞാല് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ കറണ്ടിന് മാറ്റമുണ്ടോ? കറണ്ടിന് മാറ്റമുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് കറണ്ടിന് മാറ്റില്ലെങ്കിൽ ഈ ഒരു വാല്യൂ ഓഫ് കറണ്ടിനെ അവര് സാച്ചുറേഷൻ കറണ്ട് എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? എന്ത് വിളിച്ചു? സാച്ചുറേഷൻ കറണ്ട്. സാച്ചുറേഷൻ കറണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് കറണ്ട്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ കിട്ടാൻ പറ്റുന്ന മാക്സിമം ആയിട്ടുള്ള കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് കറണ്ടിനാണ് നമ്മൾ എന്ത് വിളിക്കുക? സാച്ചുറേഷൻ കറണ്ട്. കാണുന്നുണ്ടോ? 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 അങ്ങനെയാണെങ്കിൽ പിന്നെ വോൾട്ടേജിനെ കുറയ്ക്കുക. നമ്മൾ ഈ ഗ്രാഫിൽ നോക്കുമ്പോൾ വോൾട്ടേജ് ഇങ്ങനെ കുറഞ്ഞ് 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 0 ആവുന്ന സമയത്തും ഒരു കറണ്ട് ഉണ്ട്. വോൾട്ടേജ് 0 ആവുന്ന സമയത്തും കറണ്ട് ഉണ്ട്. വോൾട്ടേജിനെ നെഗറ്റീവായിട്ട് കൂട്ടി 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 ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ ഈ പോയിന്റ് എത്തുമ്പോൾ എന്ത് സംഭവിച്ചു? വോൾട്ടേജ് കൂടി 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 ഈ ഒരു പോയിന്റ് എത്തുമ്പോഴേക്കും കറണ്ട് എത്രയായി? ഈ പോയിന്റിലുള്ള കറണ്ട് എത്രയാ? 0 അല്ലേ? ഈ ഗ്രാഫ് നമുക്ക് സൂചിപ്പിക്കുന്നത് ഈ പോയിന്റിലുള്ള കറണ്ട് 0 ആണ്. കറണ്ട് 0 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ഇവിടുന്ന് നീങ്ങുണ്ടാവില്ല. കറണ്ട് 0 എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഇലക്ട്രോൺസ് ഇവിടുന്ന് ഇങ്ങോട്ട് നീങ്ങുണ്ടാവില്ല. നീങ്ങിട്ടേ കറണ്ട് ഉണ്ടാവില്ലേ? അപ്പൊ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട വാല്യൂ ഓഫ് വോൾട്ടേജ് ആണല്ലത്. ഈ വാല്യൂ ഓഫ് വോൾട്ടേജ് എന്താ? നമ്മളെ ഈ ഫോട്ടോ ഇലക്ട്രിക് പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട വോൾട്ടേജ് ആണ്. അതിനെ നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചു. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചു. ഈ വാല്യൂ ഓഫ് വോൾട്ടേജിനെ നമ്മൾ എന്ത് വിളിച്ചു? പറയും. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടുള്ള പൊട്ടൻഷ്യൽ ഇല്ലേ, ഈ വാല്യൂ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വോൾട്ടേജ് നെഗറ്റീവ് വോൾട്ടേജ് ആണോ പോസിറ്റീവ് വോൾട്ടേജ് ആണോ? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വോൾട്ടേജ് നെഗറ്റീവ് ആയിട്ടുള്ള വോൾട്ടേജ് അല്ലേ? ആണോ? ഇങ്ങോട്ട് പിന്നെ നെഗറ്റീവ് അല്ലേ? അപ്പൊ നെഗറ്റീവ് വോൾട്ടേജിനെ, ഈ നെഗറ്റീവ് വോൾട്ടേജിനെ റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ എന്നാണ് വിളിച്ചത്. ഈ മൊത്തം വോൾട്ടേജിനെ വിളിക്കുന്ന പേരെന്താണ്? ഈ നെഗറ്റീവ് വോൾട്ടേജിനെ മൊത്തം വിളിക്കുന്ന പേരെന്താ? റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ. റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ വോൾട്ടേജിനെ ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം, ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ആനോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാറുണ്ട്. ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ ഓർ ആനോഡ് പൊട്ടൻഷ്യൽ. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ പോസിറ്റീവ് വാല്യൂ ഓഫ് വോൾട്ടേജിനെ മുഴുവനായിട്ട് വിളിക്കുന്ന പേരെന്താ? ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ ഓർ ആനോഡ് പൊട്ടൻഷ്യൽ. ഇവിടുന്ന് ഇങ്ങോട്ട് വിളിക്കുന്ന ഈ ഒരു വോൾട്ടേജിനെ മുഴുവനായിട്ട് ജനറലായിട്ട് വിളിക്കുന്ന പേരെന്താ? റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ. ഈ റിട്ടാർഡിംഗ് പൊട്ടൻഷ്യലിലെ ഈ ഒരു പെർട്ടിക്കുലർ വിലേനെ മാത്രം വിളിക്കുന്ന പേരെന്താ? റിട്ടാർഡിംഗ് പൊട്ടൻഷ്യലിലെ ഈ ഒരു പെർട്ടിക്കുലർ വിലേനെ വിളിക്കുന്ന പേര് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. എന്തുകൊണ്ടാണ് അതിനെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ കൊടുക്കേണ്ട മിനിമം വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ ആണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലേ? അതിനെയാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നതെന്നാല്, അതിനെയാണ് ഞാൻ ഇവിടെ ഈ ഗ്രാഫിൽ വരച്ച് കാണിച്ചത്. നിങ്ങൾ അടുത്തൊരു ഗ്രാഫ് കണ്ടോ? ക്യാൻ യു സീ ദ നെക്സ്റ്റ് ഗ്രാഫ്? ഇതിന്റെ താഴെ VI ഗ്രാഫ് എന്ന് പറഞ്ഞ കാണിച്ചൊരു ഗ്രാഫ് കണ്ടോ? ഇല്ലേ? എന്താ ഈ ഒരു VI ഗ്രാഫ് ആണോ? കാണുന്നുണ്ടോ? Y ആക്സിസിൽ എന്താ വെച്ചത്? ഫോട്ടോ കറണ്ട്. Y ആക്സിസിൽ എന്താ വെച്ചത്? ഫോട്ടോ കറണ്ട്. X ആക്സിസിൽ എന്താ ഉള്ളത്? വോൾട്ടേജ് ആണ് കേട്ടോ. വോൾട്ടേജ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ തന്നെ. അപ്പൊ X ആക്സിസിൽ ആരാ ഉള്ളത്? പൊട്ടൻഷ്യൽ ഓർ വോൾട്ടേജ്. അതില് ഇവിടുന്ന് ഇങ്ങോട്ട് പോസിറ്റീവ് വോൾട്ടേജിനെ നമ്മൾ വിളിച്ച പേരെന്താ? ഈ വോൾട്ടേജിനെ ജനറൽ ആയിട്ട് വിളിച്ച പേര് എന്താണ്? ആനോഡ് പൊട്ടൻഷ്യൽ. ഈ നെഗറ്റീവ് വോൾട്ടേജിനെ മൊത്തമായിട്ട് ജനറൽ ആയിട്ട് വിളിക്കുന്ന പേരെന്താ? റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ. ഇതില് ഈ ഒരു V0 എന്ന് പറയുന്ന ആളാണ് നമ്മൾ എന്ത് ചെയ്യുന്ന സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇയാളെയാണ് എന്ത് വിളിക്കുക? ഞാൻ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നിർത്താൻ ആവശ്യമായിട്ടുള്ള പൊട്ടൻഷ്യൽ. ഈ വാല്യൂ ഓഫ് കറണ്ടിനെ നമ്മൾ എന്ത് വിളിച്ചു? സാച്ചുറേഷൻ കറണ്ട്. ഈ വാല്യൂ ഓഫ് കറണ്ട് നമ്മൾ എന്ത് വിളിച്ചു? സാച്ചുറേഷൻ കറണ്ട്. കണ്ടോ? ഇവിടെ ഞാൻ എന്താ എഴുതി വെച്ചത്? ദിസ് ഇസ് ഫോർ എ ν1 ഫ്രീക്വൻസി ആൻഡ് I1 ഇന്റൻസിറ്റി. അതായത് ഈ ഗ്രാഫ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഈ ഒരു ഡയഗ്രം അല്ലേ, ഈ ഡയഗ്രത്തിൽ നമ്മൾ ഒരു സോഴ്സ് ഉപയോഗിച്ചിട്ടില്ലേ, ആ സോഴ്സിൽ നിന്ന് ഒരു ν1 ഫ്രീക്വൻസിയുള്ള ലൈറ്റും I1 ഇന്റൻസിറ്റിയുള്ള ലൈറ്റുമാണ് വരുന്നത്. ν1 ഫ്രീക്വൻസിയും I1 ഇന്റൻസിറ്റി ഉള്ള ഒരു ലൈറ്റ് വന്ന് വീഴുമ്പം ഇവിടെ ഈ പൊട്ടൻഷ്യൽ ഡിവൈഡറിലുള്ള വോൾട്ടേജ് മാറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഗ്രാഫ് കിട്ടിയത്. അതായത് ഇവിടെ ഫ്രീക്വൻസിയും ഇന്റൻസിറ്റിയും സ്പെസിഫിക് ആണ്. നമ്മൾ പിന്നെ സോഴ്സിനെ മാറ്റിയിട്ടൊന്നുമില്ലല്ലോ. ഈ ലൈറ്റ് സോഴ്സിനെ നമ്മൾ
ഒരു മാറ്റവും വരുത്താതെ ഇവിടെ വോൾട്ടേജ് മാറ്റിയിട്ട് ആ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടിനെ വെച്ചുള്ള ഗ്രാഫാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ആണോ? മനസ്സിലായോ? അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടി. ഈ ഗ്രാഫിൽ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്ത് പുതിയൊരു സാധനം അവർ പറഞ്ഞു, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. എന്താണെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നിർത്താൻ ആവശ്യമായിട്ടുള്ള റിട്ടാർഡിംഗ് പൊട്ടൻഷ്യലാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നിർത്താൻ ആവശ്യമായിട്ടുള്ള റിട്ടാർഡിംഗ് പൊട്ടൻഷ്യലാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. സാച്ചുറേഷൻ കറണ്ട് എന്താ വെച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഞങ്ങൾ വോൾട്ടേജ് പോസിറ്റീവ് ആയിട്ട് ഒരു കൂട്ടിയിട്ടുണ്ട്. ഒരു പരിധിനേക്കാൾ കൂട്ടുന്ന സമയത്ത് പിന്നെ കറണ്ട് ഒരു കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നുണ്ട്. ആ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന കറണ്ടിനെയാണ് സാച്ചുറേഷൻ കറണ്ട്. ആണോ? കുഴപ്പമുണ്ടോ? ഇല്ല. ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടി. ഈ ഗ്രാഫിൽ നിന്ന് ഇവർ പരിപാടി നിർത്തിയോ? ഇല്ല. ഈ ഗ്രാഫിൽ നിന്ന് ഒരു പരിപാടി അവസാനിപ്പിച്ചില്ല. എന്നിട്ട് ഇവർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാല് ഇതിപ്പോ ഞാൻ പറഞ്ഞു ഒരു ν1 ഫ്രീക്വൻസിയിലും I1 ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ് ആണ് ഈ ഗ്രാഫ് കിട്ടിയത് അല്ലേ? ആ ഗ്രാഫിനെ അവർ അതേമാതിരി എടുത്തു വരച്ചു. ആ ഗ്രാഫിനെ ഇവർ അതേമാതിരി തിരിച്ചെടുത്തു വരച്ചു. അതായത് ലെറ്റ് മീ ജസ്റ്റ് ഷോ യു ദ സിറ്റുവേഷൻ. നമുക്ക് അങ്ങനെ ഒരു നമ്മളെ പഴയ ഡയഗ്രത്തിലേക്ക് തന്നെ എത്തി. അതായത് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയ ഗ്രാഫില്ലേ, ഏത് ഫസ്റ്റ് ഗ്രാഫ്, ആ ഫസ്റ്റ് ഗ്രാഫിനെ ഞാൻ ഒന്നുകൂടി ഇവിടേക്ക് തന്നെ എടുത്തു വരയ്ക്കാം. ഈ ഫസ്റ്റ് ഗ്രാഫിനെ ഞാൻ ഇവിടെ ഒന്നുകൂടി എടുത്തു വരച്ചു. ഓക്കെ, ഇവിടെ വരച്ച് കാണില്ലേ? കാണുന്നുണ്ടോ? എന്നിട്ട് ഇവരെന്ത് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫ് ഇവിടെ തന്നെ ഞാൻ ഒന്നുകൂടി മാറ്റി വരച്ചെന്നുള്ളൂ. അതിനുശേഷം ഇവരെന്ത് ചെയ്തു, ഈ സോഴ്സ് ഇല്ലേ, ലൈറ്റ് സോഴ്സ്, ഈ ലൈറ്റ് സോഴ്സിന്റെ ഫ്രീക്വൻസി മാറ്റി നോക്കി. ലൈറ്റ് സോഴ്സിന്റെ ഫ്രീക്വൻസി ആദ്യം ν1 വെച്ചിട്ടല്ലേ നമുക്ക് ഈ ഗ്രാഫ് കിട്ടിയത്? ആണോ? ν1 വെച്ചിട്ടല്ലേ ഈ ഗ്രാഫ് കിട്ടിയത്? ഈ ν1 ഫ്രീക്വൻസി മാറ്റിയിട്ട് വേറൊരു ഫ്രീക്വൻസി ആക്കി, ν2 ഫ്രീക്വൻസി ആക്കി. ലൈറ്റിന്റെ ഫ്രീക്വൻസി ഒന്നുകൂടി കൂട്ടി, കുറച്ച് കൂട്ടി. ഫ്രീക്വൻസി കൂട്ടിയിട്ട് ഈ എക്സ്പെരിമെന്റ് മൊത്തം റിപ്പീറ്റ് ചെയ്തു. ഫ്രീക്വൻസി ഒന്നുകൂടി കൂട്ടിയിട്ട് ഈ എക്സ്പെരിമെന്റ് മൊത്തം റിപ്പീറ്റ് ചെയ്തു. അപ്പൊ അവർക്ക് വേറൊരു ഗ്രാഫ് കിട്ടുമല്ലോ, വേറൊരു ഗ്രാഫ് കിട്ടൂലേ? ആ ഗ്രാഫിനെ അവരിതാ ഈ ഇതിൽ തന്നെ വരച്ചു. അതായത് നമ്മളുടെ ലൈറ്റിന്റെ ഫ്രീക്വൻസി ഒന്നുകൂടി കൂട്ടിയിട്ട് എക്സ്പെരിമെന്റ് ചെയ്തപ്പം അവർക്ക് കിട്ടിയ ഗ്രാഫ് ഇങ്ങനെയായിരുന്നു. ν2 ഫ്രീക്വൻസിയിൽ അവർക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടി, അപ്പൊ അവരെന്ത് പറഞ്ഞാല് പിന്നെ ഈ ഫ്രീക്വൻസി മാറ്റിയിട്ട് വേറൊരു ഫ്രീക്വൻസി ആക്കി, എന്ത്, ഒരു ν3 ഫ്രീക്വൻസി ആക്കി. അതായത് ഫ്രീക്വൻസി ലേശം കൂടി കൂട്ടിയിട്ട് ഇതേ എക്സ്പെരിമെന്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തപ്പോൾ അവർക്ക് എന്ത് കിട്ടി എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഗ്രാഫ് ഇങ്ങനെ കിട്ടി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഫ്രീക്വൻസി മാറ്റുമ്പോൾ ν1 ഫ്രീക്വൻസിനേക്കാൾ കൂടുതലാണ് ν2 ഫ്രീക്വൻസി, ν2 ഫ്രീക്വൻസിനേക്കാൾ കൂടുതലാണ് ν3 ഫ്രീക്വൻസി. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടി. ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവുന്നത് സാച്ചുറേഷൻ കറണ്ട് മാറുന്നുണ്ടെന്നാണോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറുന്നുണ്ടെന്നാണോ? പറയും. മൂന്ന് ഗ്രാഫിലും നോക്കുമ്പം ആദ്യത്തെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇതാണ് വിചാരിച്ചോ, അതിനെ V01 എന്ന് പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം അല്ലല്ലോ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറി. മൂന്നാമത്തെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ പിന്നെ V03 ആയി അല്ലേ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറി. കാണുന്നുണ്ടോ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറി, പക്ഷെ സാച്ചുറേഷൻ കറണ്ടോ? സാച്ചുറേഷൻ കറണ്ട് മാറുന്നില്ലല്ലോ. മാറുന്നുണ്ടോ? മാറില്ല. അപ്പം ഫ്രീക്വൻസി കൂട്ടിയിട്ട് എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്തപ്പം നമുക്ക് സാച്ചുറേഷൻ കറണ്ട് മാറുന്നില്ല, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറുന്നുണ്ട് എന്ന് കിട്ടി. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, അല്ല ഈ സാച്ചുറേഷൻ കറണ്ട് മാറുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ നമ്മൾ അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മളുടെ ഫിസിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു, അല്ലെ അവര് ചിന്തിച്ചു എന്ത്, സാച്ചുറേഷൻ കറണ്ട് മാറുന്നില്ല പറഞ്ഞാൽ സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത് എന്താ? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. കറണ്ട് എന്ന് പറയുന്നത് എന്താ? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് അല്ലേ? ആണോ? അപ്പൊ സാച്ചുറേഷൻ കറണ്ട് മാറുന്നില്ലേ, അതിന്റെ അർത്ഥം എന്താ പറഞ്ഞാല് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് മാറുന്നില്ല, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ചോദിച്ചാൽ അതെന്താണ്? പറഞ്ഞു സാച്ചുറേഷൻ കറണ്ട് മാറാത്തതിന്റെ അർത്ഥം റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് മാറുന്നില്ല. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് മാറുന്നില്ലെങ്കിൽ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് എത്തുന്നതിന്റെ എണ്ണം മാറുന്നില്ല, അതുകൊണ്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അവർ ആ ഒരു അനുമാനത്തിലെത്തി എക്സ്പെരിമെന്റ്. ഇനി ചോദിച്ചു, അല്ല സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറുന്നുണ്ടോ മാറുന്നില്ലേ? പറയും. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നുണ്ട്?
സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറുന്നുണ്ട്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താ? അതിന്റെ പേര് തന്നെ ഉണ്ട്, നിർത്താൻ ആവശ്യമായ പൊട്ടൻഷ്യൽ. ആരെ നിർത്താൻ ആവശ്യമായ പൊട്ടൻഷ്യൽ? ഇലക്ട്രോണിനെ നിർത്താൻ ആവശ്യമായ പൊട്ടൻഷ്യൽ അല്ലേ? പുറത്തേക്ക് ഇറങ്ങുന്ന ഇലക്ട്രോണിനെ നിർത്താൻ ആവശ്യമായ പൊട്ടൻഷ്യൽ അല്ലേ? ആണോ? അപ്പൊ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രീക്വൻസി കൂട്ടുന്ന സമയത്ത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുകയാണോ കുറയാണോ ചെയ്യുന്നത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുക ചെയ്യുന്നത് അല്ലേ? ആദ്യത്തെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെക്കാളും നെഗറ്റീവായിട്ട് കൂടുകയാണ്, കുറയുക എന്നല്ല, നെഗറ്റീവായിട്ട് കൂടുക ചെയ്യുന്നത്. നെഗറ്റീവായിട്ട് കൂടുക ചെയ്യുന്നത് അല്ലേ? നെഗറ്റീവായിട്ടാണെങ്കിലും കൂടുക തന്നെയാണ് ചെയ്യുന്നത്. നിർത്താൻ ആവശ്യമായിട്ടുള്ള പൊട്ടൻഷ്യൽ കൂടിക്കൂടി വരിക ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവേണ്ട എന്താ പറഞ്ഞാല്, എപ്പോഴാണ് നമ്മൾ നിർത്താൻ വേണ്ടി കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരിക? അത് മെല്ലെ നീങ്ങുമ്പോഴാണോ സ്പീഡിൽ നീങ്ങുമ്പോഴാണോ? ഒരു സബ്സ്റ്റൻസ് മെല്ലെ നീങ്ങുമ്പോഴാണോ അതിനെ നിർത്താൻ വേണ്ടി കുറേ എനർജി കൊടുക്കേണ്ടത്? സ്പീഡിൽ നീങ്ങുമ്പോഴാണോ അതിനെ നിർത്താൻ വേണ്ടി കുറേ എനർജി കൊടുക്കേണ്ടത്? സ്പീഡിൽ നീങ്ങുമ്പോൾ. അപ്പം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി കൂടുന്നുണ്ട്. അപ്പൊ ചോദിക്കുകയാണ് അതെന്താണ്? കൈനറ്റിക് എനർജി കൂടിയതുകൊണ്ടാണല്ലോ നമുക്ക് നിർത്താൻ വേണ്ടി കൂടുതൽ പൊട്ടൻഷ്യൽ കൊടുക്കേണ്ടി വരുന്നത്. അപ്പം ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി കൂടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിന്റെ വെലോസിറ്റി കൂടുന്നുണ്ട്. അങ്ങനെയും നമുക്ക് ഊഹിച്ചൂടെ? ഊഹിക്കാമോ? ഊഹിക്കാൻ പറ്റുമോ? ഊഹിക്കാം. അപ്പം നോക്കിക്കോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഐ എം സേയിങ് ഓവർ ഹിയർ ഇസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ പഴയ സ്ഥലത്തേക്ക് തന്നെ പോയിട്ട് ഇവിടെ ഓൺ ഇൻക്രീസിങ് ദ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഈ പച്ച കളർ ബ്രാഞ്ച് കാണില്ലേ? കണ്ടോ? ഓൺ ഇൻക്രീസിങ് ദ ഫ്രീക്വൻസി. ഓൺ ഇൻക്രീസിങ് ദ ഫ്രീക്വൻസി എന്നാണ് ഉദ്ദേശിച്ചത്. അവിടെ ഇതാ ഈ ഗ്രാഫ് വരച്ച് കാണില്ലേ? ഇല്ലേ? അപ്പൊ ഇവിടെ ന്യൂ1 ഗ്രേറ്റർ ദാൻ ന്യൂ2 വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ന്യൂ3 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഗ്രാഫ് ഇങ്ങനെ കണ്ട് ന്യൂ1 ഫ്രീക്വൻസിന്റെ ഗ്രാഫ് കിട്ടി, ന്യൂ2 ഫ്രീക്വൻസിയുടെ ഗ്രാഫ്, ന്യൂ3 ഫ്രീക്വൻസിയുടെ ഗ്രാഫ് ഒക്കെ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. കണ്ടോ? ഒന്നാമത്തെ ഫ്രീക്വൻസിയുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് V01, രണ്ടാമത്തെ ഫ്രീക്വൻസിയുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് V02, മൂന്നാമത്തെ ഫ്രീക്വൻസിയുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് V03 എന്നെഴുതി. ഇതിന് നമ്മൾ എന്താ കൺക്ലൂഡ് ചെയ്ത്? നമ്മൾ കൺക്ലൂഡ് ചെയ്ത് എന്താ പറഞ്ഞാല്, ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് വാട്ട്സ് ഹാപ്പനിങ് ഇഫ് ദ ഫ്രീക്വൻസി ഈസ് ഇൻക്രീസ്ഡ്? ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് നമുക്ക് എന്താ സംഭവിക്കുന്നുള്ളതിനെ പറയുകയാണെങ്കിൽ, ഫ്രീക്വൻസി കൂടിയാൽ ഓൺ ഇൻക്രീസിങ് ദ ഫ്രീക്വൻസി, on increasing the frequency, annotation, clear all drawings. അപ്പം ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഓൺ ഇൻക്രീസിങ് ദ ഫ്രീക്വൻസി ആര് കൂടും? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുന്നുണ്ട്. അതാണ് ഞാൻ ഇവിടെ ഷോർട്ട് ആയിട്ട് ചെയ്തത്. കണ്ടോ അല്ലെ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുന്നുണ്ട് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി കൂടുന്നുണ്ട്. ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി കൂടുന്നുണ്ട് എന്നതിന്റെ അർത്ഥം എന്താ? ഇലക്ട്രോണിന്റെ വെലോസിറ്റി കൂടുന്നുണ്ട്. ശരിയല്ലേ? ശരിയാണോ? ഇനി സാച്ചുറേഷൻ കറണ്ട് എന്താ സംഭവിച്ചത്? നമ്മളെ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് സാച്ചുറേഷൻ കറണ്ട് കൂടുണ്ടോ കോൺസ്റ്റന്റ് ആണോ? സാച്ചുറേഷൻ കറണ്ട് കൂടുണ്ടോ കോൺസ്റ്റന്റ് ആണോ? പറയും. സാച്ചുറേഷൻ കറണ്ട് കോൺസ്റ്റന്റ് ആണ് അല്ലേ? സാച്ചുറേഷൻ കറണ്ട് കോൺസ്റ്റന്റ് ആണെന്ന് അറിയുന്നതിന്റെ അർത്ഥം എന്താ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് എന്താ? പറയും. സെയിം ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് മാറ്റം വരുന്നില്ല. അപ്പൊ ഇതൊരു ഒബ്സർവ് ചെയ്തു. പിന്നെ അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാല്, അവർ ഫ്രീക്വൻസി കൂട്ടുന്നതിന് പകരം ഇന്റൻസിറ്റി കൂട്ടാൻ നോക്കി. അതായത് നമ്മളെ പഴയ ഗ്രാഫില്ലേ, ഫസ്റ്റ് ഗ്രാഫ്, ഈ ഫസ്റ്റ് ഗ്രാഫിൽ ന്യൂ1 ഫ്രീക്വൻസിയിൽ I1 ഇന്റൻസിറ്റിയിലല്ലേ? ആണോ? ഈ ഗ്രാഫിനെ തന്നെ നമ്മൾ ആദ്യം ഇവിടെ എടുത്തു വരച്ചു. ഇതാ I1 ഇന്റൻസിറ്റിയുടെ ഗ്രാഫ്. I1 ഇന്റൻസിറ്റിയുടെ ആ ഗ്രാഫ് ഇതാ നമ്മളുടെ ഈ ഒരു ഗ്രാഫിനെ അങ്ങോട്ട് തന്നെ എടുത്തു വരച്ചു. അതിനുശേഷം ഫ്രീക്വൻസി മാറ്റുന്നതിന് പകരം ഇന്റൻസിറ്റി കൂട്ടി. ഫ്രീക്വൻസി നമ്മൾ മാറ്റിയില്ല, ഫ്രീക്വൻസിനെ മാറ്റാനില്ല, പകരം എന്ത് കൂട്ടി? ഇന്റൻസിറ്റി കൂട്ടി. I2 ഇന്റൻസിറ്റിയിൽ നമ്മൾ ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടി. കണ്ടോ? ക്യാൻ യു സീ ദിസ് ഗ്രാഫ്? രണ്ടാമത്തെ ഗ്രാഫ് കാണില്ലേ? ഉണ്ട്. I3 ഇന്റൻസിറ്റി ലേശം കൂടി കൂട്ടിയിട്ട് നമ്മൾ ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടി. അപ്പൊ ഇന്റൻസിറ്റി കൂട്ടുന്ന സമയത്ത് നിങ്ങൾ ഈ ഗ്രാഫ് നോക്കിയിട്ട് പറയും എന്താ കൂടുന്നത്?
ഇന്റൻസിറ്റി കൂടുന്ന സമയത്ത് എന്ത് കൂടുന്നുണ്ട്, എന്ത് മാറുന്നില്ല? ഇന്റൻസിറ്റി കൂട്ടുന്ന സമയത്ത് എന്താണ് കൂടുന്നത്, എന്താണ് മാറാതെ നിൽക്കുന്നത്? ഇന്റൻസിറ്റി കൂട്ടുന്ന സമയത്ത് ആര് കൂടുന്നുണ്ട്? സാച്ചുറേഷൻ കറണ്ട് കൂടുന്നുണ്ട്. സാച്ചുറേഷൻ കറണ്ട്, ആ ഫോട്ടോ കറണ്ട് എന്ന് പറയുമ്പോൾ സാച്ചുറേഷൻ കറണ്ട് തന്നെ പറയാം അല്ലേ. സാച്ചുറേഷൻ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. കൂടുന്നില്ലേ? I1 ഇന്റൻസിറ്റിയിലെ സാച്ചുറേഷൻ കറണ്ട് അല്ലല്ലോ I2 ഇന്റൻസിറ്റിയിലെ സാച്ചുറേഷൻ കറണ്ട്. കൂടിയില്ലേ? അതല്ലല്ലോ I3 ഇന്റൻസിറ്റി സാച്ചുറേഷൻ കറണ്ട്. അപ്പൊ സാച്ചുറേഷൻ കറണ്ട് കൂടുന്നുണ്ട്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലോ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലോ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ പറയട്ടെ. ഓൺ ഇൻക്രീസിങ് ദ ഇന്റൻസിറ്റി, ഓൺ ഇൻക്രീസിങ് ദ ഇന്റൻസിറ്റി, ഇന്റൻസിറ്റി കൂട്ടുന്ന സമയത്ത് സാച്ചുറേഷൻ കറണ്ട് കൂടുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായോ? സാച്ചുറേഷൻ കൂടുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺ എമിറ്റഡ് എന്ത് ചെയ്യണം? കൂടണം. കാരണം കറണ്ട് കൂടുന്നുണ്ട്, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് കൂടണം. അപ്പൊ കൂടുതൽ ഇലക്ട്രോൺ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്, കൂടുതൽ ഇലക്ട്രോൺ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെന്ന് മനസ്സിലായി അല്ലേ? ഇവിടെ സാച്ചുറേഷൻ കറണ്ട് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺ എമിറ്റഡ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ സാച്ചുറേഷൻ കറണ്ട് കൂടുന്നുണ്ട് അല്ലേ? കൂടുന്നുണ്ടോ? സാച്ചുറേഷൻ കറണ്ട് കൂടുന്നുണ്ട്, നമ്പർ ഓഫ് ഇലക്ട്രോൺ എമിറ്റഡ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. പിന്നെ ഓൺ ഇൻക്രീസിങ് ദ ഇന്റൻസിറ്റി, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം അല്ലേ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം അല്ലേ? ഈ ഗ്രാഫ് ഒന്ന് ക്ലിയർ അല്ലേ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ പൊട്ടൻഷ്യൽ സെയിം ആ, പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ പിന്നെ നിർത്താൻ വേണ്ടിയിട്ട് കൂടുതൽ എനർജി കൊടുക്കേണ്ട ആവശ്യമില്ല. നിർത്താൻ വേണ്ടി കൂടുതൽ എനർജി കൊടുക്കേണ്ട കാരണം പൊട്ടൻഷ്യൽ എനർജി സെയിം ആണ്. നമ്മൾ സെയിം പൊട്ടൻഷ്യൽ എനർജി കൊടുത്താൽ മതി. പൊട്ടൻഷ്യൽ എനർജി സെയിം ആണ്, നിർത്താൻ വേണ്ടിയിട്ട് ഉള്ള ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി സെയിം ആയിരിക്കും എല്ലാ സാഹചര്യങ്ങളിലും. I1 ഇന്റൻസിറ്റിയിലും I2 ഇന്റൻസിറ്റിയിലും I3 ഇന്റൻസിറ്റിയിലും ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി സെയിം ആണ്. അപ്പൊ ചോദിക്കാം ഇങ്ങനെ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി സെയിം ആണ് നമുക്ക് മനസ്സിലാവും. പറയാണ് I1 ഇന്റൻസിറ്റിയിലും I2 ഇന്റൻസിറ്റിയിലും I3 ഇന്റൻസിറ്റിയും ഒക്കെ നിർത്താൻ വേണ്ടി സെയിം പൊട്ടൻഷ്യൽ കൊടുത്താൽ മതി. നിർത്താൻ വേണ്ടി സെയിം പൊട്ടൻഷ്യൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അവരെ കൈനറ്റിക് എനർജി എന്തായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലേ? അതുകൊണ്ടല്ല അതിനെ നിർത്താൻ വേണ്ടി സെയിം പൊട്ടൻഷ്യൽ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ എന്തായിരിക്കണം? വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. കോൺസ്റ്റന്റ് ആയിരിക്കണം അല്ലെ സെയിം ആയിരിക്കണം. അപ്പം ഇന്റൻസിറ്റി കൂട്ടുന്നതനുസരിച്ച് നമ്മളുടെ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് എന്ത് സംഭവിക്കുന്നുള്ളതും ഫ്രീക്വൻസി കൂട്ടുന്നതനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് എന്ത് സംഭവിക്കുന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയില്ലേ? മനസ്സിലാക്കിയോ? മനസ്സിലാക്കി. ഇതിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇതിനെ നമുക്ക് വിശ്വസിക്കുക. കാരണം എന്താ? എക്സ്പെരിമെന്റ് അല്ലേ? എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് എക്സ്പെരിമെന്റ് നമുക്ക് എപ്പോഴും വിശ്വസിക്കാം. അപ്പൊ ഇത് ശരിയാന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഇത് ശരിയാന്ന് മനസ്സിലായിട്ട് കാര്യമില്ല, ഇത് എന്തുകൊണ്ടാ സംഭവിക്കുന്നുള്ള അറിയണം വേണ്ടേ? ഇനി ഇതിനോണ്ട് ഒരു നിർത്തിയില്ല, ഇതിനോണ്ട് ഒരു നിർത്താതെ പിന്നെ വേറൊരു ഗ്രാഫ് വരച്ചു. വേറൊരു ഗ്രാഫ് വരയ്ക്കുന്നത് ഞാൻ പറയട്ടെ. ഇവിടെ നോക്കിക്കോ, ν1 ഫ്രീക്വൻസിനെ കാണില്ലേ? ν1 ഫ്രീക്വൻസിയുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്രയാ? V01 ആണ്. കാണുന്നുണ്ടോ? ν2 ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്രയാ? V02 ആണ്. കാണുന്നുണ്ടോ? ν3 ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V03 ആണ്. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? അപ്പൊ 3 ഫ്രീക്വൻസിയിൽ 3 സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ് കിട്ടി. എന്നാൽ പിന്നെ ഫ്രീക്വൻസിനെയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെയും വെച്ചൊരു ഗ്രാഫ് വരയ്ക്കാൻ തീരുമാനിച്ചു. അവരെന്ത് ചെയ്തു? അപ്പൊ ഫ്രീക്വൻസിനെയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെയും വെച്ചൊരു ഗ്രാഫ് വരയ്ക്കാൻ തീരുമാനിച്ചു. ആരൊക്കെ വെച്ചിട്ട് ആ ഗ്രാഫ് വരയ്ക്കുന്നതിന്? ഫ്രീക്വൻസിനെയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെയും. ഫ്രീക്വൻസിനെയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെയും വെച്ചിട്ടുള്ള ഒരു ഗ്രാഫ് ഞാൻ ഇവിടെ തന്നെ വെറുതെ വരയ്ക്കട്ടെ. ഇവിടെ തന്നെ വരയ്ക്കുകയാണെങ്കിൽ ഫ്രീക്വൻസിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും വെച്ചുള്ള ഗ്രാഫിൽ ഈ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്സ് ഇട്ടപ്പോൾ ഒരു പോയിന്റ് ഇവിടെ കിട്ടി, അടുത്തൊരു പോയിന്റ് ഇവിടെ എവിടെ കിട്ടി, അടുത്തൊരു പോയിന്റ് ഇവിടെ എവിടെ കിട്ടി. ഈ ഫ്രീക്വൻസിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും വെച്ചുള്ള ഗ്രാഫിലെ 3 പോയിന്റ്സ് ഇട്ടപ്പോൾ 3 പോയിന്റ് ഇങ്ങനെ കിട്ടി. ആ 3 പോയിന്റ് എങ്ങനെയാണുള്ളത്? ഒരു സ്ട്രെയിറ്റ് ലൈനിലാണുള്ളത് അല്ലേ? ആണോ? ആണ്. ആ ഗ്രാഫിനെയാണ് ഞാൻ ഇവിടെ താഴെ വരയ്ക്കാൻ പോയത്, വരച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ക്ലിയർ ചെയ്യട്ടെ. ക്ലിയർ ചെയ്തിട്ട് ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ദാറ്റ് ഗ്രാഫ്, അതാണ് നമ്മൾ ഇവിടെ കാണുന്ന ഈ ഗ്രാഫ്. ഫ്രീക്വൻസി വേഴ്സസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു ഗ്രാഫ് കണ്ടോ? ഈ ചോപ്പ് കളർ ഗ്രാഫ്, അതായത് നമ്മൾ ആദ്യം ഒരു ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. ഒരു ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ വാല്യൂവിനെ ഇവിടെ മാർക്ക് ചെയ്തു. അടുത്ത ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ വാല്യൂവിനെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത്, ഇവിടെ മാർക്ക് ചെയ്ത്, മൂന്നാമത്തെ ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ വാല്യൂവിനെ മാർക്ക് ചെയ്തപ്പം അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് കിട്ടി. സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് കിട്ടി. ഓക്കെ, അങ്ങനെ കിട്ടി. അതിൽ ഇവിടെ വൈ ആക്സിസിൽ ആരാ ഉള്ളത്? നമ്മുടെ ഈ ഗ്രാഫിലെ വൈ ആക്സിസിൽ ആരാ ഉള്ളത്?
പറയും. ഈ ഗ്രാഫിലെ y ആക്സിസിലുള്ള ആരാ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. എക്സ് ആക്സിസിലുള്ള ആരാ? എക്സ് ആക്സിസിലുള്ള ആരാ? ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. അപ്പം ഇൻസിഡന്റ് റേഡിയേഷന്റെ ഫ്രീക്വൻസിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിയും വെച്ചൊരു ഗ്രാഫ് വരച്ചപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടി. ഇനി ഇവർ എന്ത് ചെയ്തു പറഞ്ഞാൽ ഈ എക്സ്പെരിമെന്റ് മൊത്തം വേറൊരു മെറ്റലിനെ വെച്ച് റീപ്ലേസ് ചെയ്തു. അതായത് ഇവിടെ ഒരു മെറ്റൽ ഇല്ലേ, നമ്മളുടെ ഇവിടെ വെച്ച ഈ മെറ്റൽ ഇല്ലേ, ഈ മെറ്റലിനെ മാറ്റിയിട്ട് വേറൊരു മെറ്റൽ എടുത്തു. ഈ മെറ്റലിനെ മാറ്റിയിട്ട് വേറൊരു മെറ്റൽ എടുത്ത് ആ മെറ്റലിനെ വെച്ചിട്ട് ഈ എക്സ്പെരിമെന്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തു. ഈ മെറ്റലിനെ മാറ്റിയിട്ട് വേറൊരു മെറ്റൽ വെച്ചിട്ട് ഈ എക്സ്പെരിമെന്റ് മൊത്തം റിപ്പീറ്റ് ചെയ്തിട്ട് അതിന്റെ ഗ്രാഫ് നോക്കിയപ്പം എന്ത് കിട്ടി പറഞ്ഞാൽ അതിന്റെ ഗ്രാഫ് നമുക്ക് ഇതാ സെക്കൻഡ് മെറ്റലിന്റെ കേസിലാണെങ്കിൽ അതിന്റെ ഗ്രാഫ് ഇതാ ഇവിടെ അങ്ങനെ കിട്ടി. ഒരു മെറ്റൽ ബി സെക്കൻഡ് മെറ്റലിനെ വെച്ചിട്ട് ഇതേ ഗ്രാഫ് ചെയ്തപ്പം എന്ത് കിട്ടി? We were obtaining a graph like this. Can you see this? മെറ്റൽ ബീനെ വെച്ചിട്ട് ചെയ്തപ്പോൾ ഉള്ള ഗ്രാഫ് കണ്ടോ? കണ്ട്. മെറ്റൽ ബീനെ വെച്ച് നോക്കിയപ്പം വേറൊരു ഗ്രാഫ് കിട്ടി. ഓക്കെ, ഇതിൽ നിന്ന് ഇത്ര കാര്യങ്ങൾ മനസ്സിലായോ? ഉണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് എടുത്തിട്ട് 5 മിനിറ്റ് ബ്രേക്കിന് ശേഷം നമ്മൾ ഇതിന്റെ ഇനി കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോ.